വിളയോടി വേണുഗോപാലുണ്ട് സമരസമിതിയുടെ. ശ്രീ വിളയോടി വേണുഗോപാൽ, ഇപ്പോൾ ഞെട്ടിക്കുന്ന വിവരമാണ് ഈ കുറ്റപത്രത്തിലുള്ളത്. മാതാപിതാക്കളെ കൂടി പ്രതി ചേർത്തിരിക്കുകയാണ്. നീതിക്കായി പോരാട്ടം തുടരുമ്പോൾ CBIക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ തന്നെ നമ്മൾ അമ്മ വിമർശനം ഉയർത്തുന്നത് നമ്മൾ കണ്ടത്. ഇപ്പോൾ അവരെ പ്രതി ചേർത്തിരിക്കുന്നു എന്ന ഞെട്ടിക്കുന്ന വിവരമാണ് പുറത്തു വരുന്നത്. ഇത് ഏറ്റവും വലിയ അനീതിയാണ്. കേരള പോലീസ് ചെയ്തതിന് വെച്ചിട്ട് കൊടും ക്രൂരതയാണ് CBI ആവർത്തിച്ചിട്ടുള്ള ഈ കുറ്റപത്രം. 326 ആയാലും ശരി, ബോസ്കോ കേസായാലും ശരി, ഇത് ഈ രാജ്യത്തിലെ മാതൃത്വത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയാണ്. CBI പ്രതികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രപരമായ ഗൂഢാലോചനയാണ് ഈ കുറ്റപത്രത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ഇത് അനീതിയാണ്. ഇതാണ് സമരസമിതിക്ക് പറയാനുള്ളത്. ഇവരുമായി സംസാരിച്ചിരുന്നു. ഇനി എന്തായിരിക്കും തുടർ നടപടികൾ സർ? അത് സമരസമിതി വിലയിരുത്തിയിട്ട് വേണ്ട നടപടിയെടുക്കും. ഞങ്ങൾ 1-ാം കുട്ടിയുടെ ഓർമ്മദിനം ഹൈക്കോടതിയിൽ മുമ്പിൽ സത്യാഗ്രഹം ഈ 13-ാം തീയതി നടത്തുന്നുണ്ട്. അന്ന് തന്നെ വ്യക്തമായ നിലപാടുകളും നടപടികളുമായിട്ട് CBIന്റെ നിലപാട് ശരിയല്ലെങ്കിൽ അത് ശരിയല്ല എന്നുള്ള കാഴ്ചപ്പാടോടുകൂടി നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും. ഈ നേരത്തെയും അന്വേഷണത്തിൽ CBIക്കെതിരെ ഈ അമ്മ ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തിയിരുന്നു. താങ്കൾ ഉൾപ്പെടെ രംഗത്തെത്തിയിരുന്നതാണ്. CBI ഈ കൂട്ടിലെ തത്തമ്മ പോലെയാണെന്ന് ഞങ്ങൾ പറയാറുണ്ട്. CBI പലപ്പോഴും തന്നെ ഗതികിട്ടാത്ത പ്രേതങ്ങളെ പോലെ നിങ്ങൾ തെളിവ് തരൂ എന്ന് പറഞ്ഞിട്ട് ഉള്ള അന്വേഷണ രീതിയായിരുന്നു. അതിൽ ഞങ്ങൾ വളരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നും അന്നും. ശരി, ഏതായാലും തുടർ സമരപരിപാടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സമരസമിതിയുടെ തീരുമാനം എന്നാണ് മനസ്സിലാക്കുന്നത്. ശ്രീ വിളയോടി വേണുഗോപാലാണ് സമരസമിതി കൺവീനർ. വാളയാർ നീതി സമരസമിതി കൺവീനറാണ് അദ്ദേഹം.